ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ലെൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എനിക്ക് സ്ഥിരം നിങ്ങളും എൻ്റെ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിച്ച് ഷെയ്ഡ് ഓഫ് ലെൻസസ് ആർ യു വെയറിങ് റൈറ്റ് നൗ. അത് ചില ലെൻസസ് യൂസ് ചെയ്യുമ്പോൾ സ്ഥിരം റിപ്പീറ്റഡ്ലി വരുന്നത് കൂടുതലും അത് ഏത് ലെൻസാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ചില ലെൻസ് ഇടുമ്പോൾ അങ്ങനെ അധികം ചോദിക്കാറില്ല. ചില ലെൻസ് ഇടുമ്പോൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോമൻറ്റ്സ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസസ് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ള ലെൻസസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ലെൻസസ് വന്നിട്ട് എനിക്ക് PR വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. വീഡിയോയിലേക്ക് കടക്കണേക്കാൻ മുന്നേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ എൻ്റെ പേര് റിൻസി. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. ബ്യൂട്ടി റിലേറ്റഡ്, മേക്കപ്പ് റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ്, അങ്ങനത്തെ സ്കിൻ കെയർ റിലേറ്റഡ് ഒക്കെ വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവാണ് അല്ലെങ്കിൽ ഇഷ്ടമാവാണ് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഒരു കോമൻറ്റ് ടൈപ്പ് ചെയ്ത് വിടട്ടാ. അത് ഒരു ഹായ് ആയാലും ഹലോ റിൻസി ചേച്ചിന്നായാലും എന്തായാലും ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ആയാലും വിട്ടാൽ മതി. ജസ്റ്റ് ടേക്ക് എ മിനിറ്റ് ആൻഡ് ലീവ് എ കോമെൻറ്റോ. പിന്നെ എന്നിട്ടാ ഇനി നമുക്ക് പതിവ് പോലെ ഇന്ന് സെലക്ട് ചെയ്ത കോമെൻറ്റ് കാണാം. ഇന്ന് സെലക്ട് ചെയ്ത കമൻറ്റ് വന്നിട്ട് മറിയം വേൾഡ് 172. ഫസ്റ്റ് ഓഫ് ഓൾ മറിയം, താങ്ക് യു സോ മച്ച്. എൻ്റെ മാമോദീസ പേരും മറിയം എന്നാണ് കേട്ടോ. ഓക്കെ, എനിവേ ഞാൻ എപ്പോഴും റിൻസിയുടെ സ്കിൻ കെയർ ആണ് ഫോളോ ചെയ്യൽ. ബിക്കോസ് റിൻസിയുടെ സെയിം ഫേസ് ആണ്. എൻ്റെ പിമ്പിൾസ് ആൻഡ് സെൻസിറ്റീവ് ഓപ്പൺ പോർസ് സെയിം പ്രശ്നം. അതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് ഒരു പേടിയും കൂടാതെ യൂസ് ചെയ്യാം. ഡോക്ടർ കാണിച്ചാൽ വരെ ചിലപ്പോൾ പിമ്പിൾസ് പോകാറില്ല. ബട്ട് ഈ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ആക്കിയപ്പോൾ എല്ലാം മാറി നന്നായി ക്ലിയർ ആയി. സോ ഇതെൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കണ്ടിട്ട് സ്കിൻ കെയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനൊരു അപ്ഡേറ്റഡ് വീഡിയോ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കോമെൻ്റ് ആയിരുന്നു ഇത്. താങ്ക് യു സോ മച്ച് മറിയം ഫോർ ലീവിങ് എ കോമെൻറ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങളും ഒരു ജസ്റ്റ് ഒരു മിനിറ്റല്ലേ എടുക്കുള്ളൂ. ഒരു ഹാർട്ട് അങ്ങോട്ട് വിടുക നിങ്ങൾക്ക് പറ്റുവെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഹലോ റിൻസി എന്നൊന്ന് വിടുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വലിച്ചു നീരാണ്. വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഐ തിങ്ക് കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളായി ഞാൻ എൻ്റെ നാച്ചുറൽ നെയിൽസ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ നെയിൽ കെയർ കിറ്റ് നോക്കിയപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ നെയിൽസ്, പ്രസ് ഓൺ നെയിൽസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം കുളിച്ചപ്പോൾ പോയി. സോ എനിവേ ദീസ് ആർ ബ്യൂട്ടിഫുൾ പ്രസ് ഓൺ നെയിൽസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഇട്ടിട്ട് യൂസ് ചെയ്യാം. ഗ്ലൂ ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ലോങ് ലാസ്റ്റിംഗ് ആവും. ബട്ട് ഇത് അതിൻ്റെ ഒപ്പം ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം വരും. അതിട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അത് കുളിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ദീസ് ആർ ബ്യൂട്ടിഫുൾ. ഞാൻ എന്തായാലും ക്ലോസപ്പ് കാണിച്ചു തരാം. ഇത് ഞാൻ ആമസോൺ ഹോളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് എനിക്ക് കുറേ കളക്ഷൻസ് ഉണ്ട് ആമസോണിൽ. ബട്ട് ദിസ് ഇസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. കുറേ നാളായി ഞാൻ ആർട്ടിഫിഷ്യൽ നെയിൽസ് യൂസ് ചെയ്തിട്ട്. ബട്ട് ഇനി പോയിട്ട് വീണ്ടും ഒട്ടിക്കണം. ഓക്കെ, എനിവേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലെൻസസിൻ്റെ വീഡിയോസാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ ഈ ചേച്ചി അഫോർഡബിൾ ലെൻസസ് പറയുന്നത് എനിക്ക് കോമൻസിൽ വരാറുണ്ട് കേട്ടോ. അത് പണ്ട് തൊട്ട് എനിക്ക് വരാറുണ്ട്. ബട്ട് ഈ അഫോർഡബിൾ റേഞ്ചിലുള്ള ലെൻസസ് ഉണ്ടല്ലോ, ചിലത് ഞാൻ ട്രൈ ചെയ്തു. ഈ അഫോർഡബിൾ എന്ന് പറഞ്ഞാലും 1000 രൂപ അതിനുണ്ട് കേട്ടോ. ഒരു ലെൻസിന് 1000 റുപ്പീസ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഫ്രഷ് ലുക്കായി, ഫ്രഷ് ലുക്കാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഞാൻ ഏറ്റവും ഫസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്ത ലെൻസ് ആ ബ്രാൻഡിൻ്റെയാണ്. പിന്നെ നമ്മൾ വേറെ ബ്രാൻഡ്സൊക്കെ ട്രൈ ചെയ്തപ്പോൾ മറ്റേതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. അത് പുതിയതായിട്ട് ട്രൈ ചെയ്ത ബ്രാൻഡ്സാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി തുടങ്ങിയത്. അതേ പിന്നെ ഞാൻ ഫ്രഷ് ലുക്ക് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഓലെൻസ് എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓലെൻസും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അഗെയിൻ ദാറ്റ്സ് എക്സ്പെൻസീവ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഓലെൻസിന് 1 month ലെൻസസ് ആണ് അവരുടെ കളക്ഷനിൽ കൂടുതലും. ഓലെൻസസിലും നല്ല ഷെയ്ഡ്സ് ഓഫ് ലെൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് TTDI എന്നുള്ള ബ്രാൻഡാണ്. സോ ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ ബ്രാൻഡ്. അപ്പോൾ ഇവർക്ക് buy 1 get 1, buy 2 get 2 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അവരോട് ഞാൻ സംസാരിച്ചിട്ട് വല്ല കൂപ്പൺ കോഡ് കിട്ടുമോ ഞാൻ നോക്കാം. അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ അതിവിടെ മെൻഷൻ ചെയ്യട്ടെ. നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 10 or 15% എന്തോ ഓഫ് കിട്ടും. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഈ TTDI ഇന്ന് കാണിക്കുന്ന TTDI ലെൻസസ് ആണ് ഞാൻ റീസെൻ്റായിട്ട് കുറച്ചധികം ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ആൻഡ് കണ്ണിന് അങ്ങനെ പ്രശ്നം എനിക്കൊന്നും തോന്നിയിട്ടില്ല. നല്ല നമുക്ക് ലോങ് വെയറിംഗ് ആയിട്ട് പറ്റുന്ന ഒരു ലെൻസസ് ആണ്. ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസസ് ആണ്. പിന്നെ പവേർഡ് ലെൻസസും കിട്ടും. നിങ്ങളുടെ കണ്ണിൻ്റെ പവറിനനുസരിച്ചുള്ള ലെൻസസ് വാങ്ങിക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് TTDIയിൽ കേട്ടോ.
പിന്നെ നൂറ TTDIനെ പറ്റി പറയാനായിട്ട്. പിന്നെ ഞാനിനി ഓരോ ലെൻസസ് കാണിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻസും ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ മെൻഷൻ ചെയ്യാം. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ലെൻസസ് യൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാറ് ഇറ്റ്സ് വെരി റെയർ. നിങ്ങളെൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവില്ല, ചില വീഡിയോസിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. ബട്ട് യൂസ് ചെയ്യുമ്പോഴും ഞാൻ ആ ഒരു റെക്കോർഡിംഗ് ടൈം വരെ യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ റിമൂവ് ഇറ്റ്. ഞാനങ്ങനെ പേഴ്സണലി പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഞാൻ ലെൻസസ് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ അധികം നേരം യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾക്കത് അധികം നേരം യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇൻ ബിറ്റ്വീൻ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് വേണം. ആൻഡ് ദാറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ. ഒരു ലോങ് ഡേ ഒക്കെ ആണെന്ന് വെച്ചെങ്കിൽ ദാറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങളുടെ കണ്ണിൻ്റെ ഹെൽത്തിന് അത് നല്ലതായിരിക്കും. അതിട്ടിട്ട് കിടന്ന് ഉറങ്ങരുത്. ഡോണ്ട് ഇവൻ തിങ്ക് ഓഫ് സ്ലീപ്പിംഗ് വിത്ത് ലെൻസസ് ഓൺ ടോപ്പ് പ്ലീസ്. പിന്നെ ലെൻസ് ഇട്ടിട്ട് മുഖം കഴുകരുത്. അത് ഊരിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾ എത്ര മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എത്ര ഇഫ് യു ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ലെൻസ് ഊരിയിട്ട് മാത്രം ഫേസ് വാഷ് ചെയ്താൽ മതി. കാരണം എനിക്കതൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് അറിയില്ലല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലെൻസ് ഇട്ടിട്ട് തന്നെ മുഖം കഴുകിയിട്ടൊക്കെ ഉണ്ട് ഞാൻ. ആൻഡ് അത് ആ ടൈമിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ വെൻ ഐ റിയലൈസ് കുറേ വീഡിയോസൊക്കെ കണ്ടു, കുറേ ആൾക്കാർ ഇത് ഇങ്ങനെ ചെയ്തിട്ടൊക്കെ വലിയ വലിയ ഇഷ്യൂസൊക്കെ ആയുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ പഠിച്ചു. എനിക്കെന്തോ പേഴ്സണലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, ഭാഗ്യം. ബട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അത് ഇട്ടിട്ട് മുഖം കഴുകരുത്, ഇട്ടിട്ട് കിടന്ന് ഉറങ്ങരുത്, പിന്നെ കുറേ നേരം അത് യൂസ് ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് എൻ്റെ കയ്യിലുള്ള ലെൻസസ് കാണാം. ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസ് സൊല്യൂഷൻ വന്നിട്ട് റെനോൻ്റെ ആണ് കേട്ടോ. കുറേ കാലമായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇങ്ങനത്തെ സാഷേസിലാണ് ലെൻസസ് വരിക. അങ്ങനത്തെ 2 എണ്ണം നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 2 എണ്ണമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് സാഷേസിൽ ഇങ്ങനെ കിട്ടുക കേട്ടോ. പിന്നെ ഫസ്റ്റ് കാണിക്കുന്ന ഷെയ്ഡ് വന്നിട്ട് നോമി ഗ്രീൻ ആണ് കേട്ടോ. ഇതിൻ്റെ പ്യൂപ്പിൾ ഹോൾ കുറച്ച് ചെറുതായ കാരണം, പിന്നെ ഇതിൻ്റെ പച്ച കളർ വന്നിട്ട് അതായത് ആ ഗ്രീൻ കളർ വന്നിട്ട് ഭയങ്കര ബ്രൈറ്റ് ഒന്നുമല്ല, കുറച്ച് നാച്ചുറലായിട്ട് തോന്നിക്കുന്ന ഒരു ലെൻസാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഗ്രീൻ ലെൻസസാണ് ഇത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലെൻസസാണ്. ഈ പച്ച ഇടുമ്പോഴും എനിക്ക് കുറേ കോമൻറ്റ്സ് വരാറുണ്ട് ഏത് ലെൻസാണെന്ന് ചോദിച്ചിട്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല കുറച്ച് നാച്ചുറലായിട്ടാണ്, അങ്ങനെ ഭയങ്കര എടുത്ത് കാണിക്കൊന്നുമില്ല. പിന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാ ലെൻസസിലും വെച്ചിട്ട് ഇതിൻ്റെ പ്യൂപ്പിൾ ഹോളാണ് കുറച്ച് ചെറുത്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം കേട്ടോ. ഗ്രേറ്റ് ഓക്സിജൻ ട്രാൻസ്മിഷൻ റേറ്റ്, 38% വാട്ടർ കണ്ടൻറ്റ്, ഇഫക്റ്റീവ്ലി ട്രാപ്പ് വാട്ടർ ഇൻ ദി ഐസ് ടു സെക്യൂർ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചർ, സാൻഡ്വിച്ച് painting technology, prevent direct contact between pigment and cornea to ensure safety. പിന്നെ ആൻറ്റി UV ആണ്. പിന്നെ ഇത് FDA അപ്രൂവൽ ഉള്ളതാണ്. ആൻഡ് ദേ ക്യാരി CE മാർക്ക് കേട്ടോ. അപ്പോൾ ക്വാളിറ്റി വൈസൊക്കെ ഇത് നല്ലതാണ്. ഇപ്പോൾ കാണിക്കുന്ന ലെൻസ് വന്നിട്ട് ഹേസി മൂൺ ബ്രൗൺ ആണ് കേട്ടോ. ഇതിൽ കുറച്ച് ബ്രൗൺ ടിൻറ്റ് വരുന്നുണ്ട്. നേരത്തെ കാണിച്ച പച്ചയുടെ പോലത്തെ പച്ച തന്നെയാണ്, ബട്ട് ഇടയിലൊരു ബ്രൗൺ വരുന്നുണ്ട്. പിന്നെ ഔട്ടർ റിമിലൊരു ബ്ലൂയിഷ് വരുന്നുണ്ട് കേട്ടോ. അതാണ് ചെറിയൊരു വ്യത്യാസം. ഇതും കുറച്ച് നാച്ചുറലായിട്ട് തന്നെ തോന്നും, പക്ഷേ നേരത്തെ കാണിച്ച പ്യൂപ്പിൾ ഹോളിൻ്റെ അത്ര ചെറുതല്ല ഇത്. ഇപ്പോൾ കാണിക്കുന്നത് ട്രിനിറ്റി ബ്രൗൺ. സോ ഞാനൊരു 3-4 months മുന്നേ ഞാൻ ഈ ലെൻസ് ഇട്ടിട്ട് കുറേ വീഡിയോസ് ചെയ്തപ്പോൾ അന്ന് ചോദിച്ചത് ഇതിനെ പറ്റിയിട്ടായിരുന്നു കൂടുതലും ചോദിച്ചത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഈ ബ്രൗണിൽ തന്നെ ഒരു കൂൾ ബ്രൗൺ, പിന്നെ വാം ബ്രൗൺ, ഓറഞ്ചിഷ് ബ്രൗൺ ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഇത് വരുന്നത്. അത് കാരണം കുറച്ച് നാച്ചുറലായിട്ട് നമുക്ക് തോന്നണം. കാരണം എനിക്ക് തോന്നണേ ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കുറേ കോമൻറ്റ്സ് ആൻഡ് DMs വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്രൗൺ തന്നെയാണ് കേട്ടോ. ട്രിനിറ്റി ബ്രൗൺ. ഇതിൽ ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രേയും ഉണ്ട് ഈ ട്രിനിറ്റി റേഞ്ചിൽ കേട്ടോ. ഞാൻ ഗ്രീന് യൂസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും ചെയ്തിട്ടുണ്ട്. നല്ല ഒരു നാച്ചുറൽ ബ്രൗൺ ആണ് കേട്ടോ. നല്ലൊരു ബ്രൗൺ ആണ്. നിങ്ങൾക്ക് വാം സ്കിൻ ടോണാണ്, നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനൊക്കെ പറ്റിയൊരു നല്ലൊരു ബ്രൗൺ ടോൺഡ് ലെൻസസ് ആണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവും ആ ഡിഫറെൻറ്റ് കളേഴ്സ് കണ്ടില്ലേ. ആ പ്ലെയിൻ ഒരു ബ്രൗൺ അല്ല, പല ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആണ് ഇതിൽ മിക്സ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ലെൻസ് 1 month ലെൻസസ് ആണ്. നേരത്തെ കാണിച്ച 3 ലെൻസും 1 year ലെൻസസ് ആണ് കേട്ടോ. ഇത് സാവേജ് ബ്രൗൺ ആണ്. റീസെൻ്റ്ലി ഈ ബ്രൗൺ ലെൻസ് ഇട്ടപ്പോഴാണ് എനിക്ക് കൂടുതലും വന്നത്.
ഈ ബ്രൗൺ കാണിച്ചപ്പോഴാണ് കേട്ടോ കുറേ DMസും കോമെൻസും വന്നത്. ഇത് എന്താണെന്നറിയില്ല, ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആ പ്യൂപ്പിൾ ഹോളിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ് അവർ ആ ഡിസൈൻ കൊടുത്തേക്കുന്നത്. അത് കാരണം എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള ലെൻസസ് തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാ ലെൻസസും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അതും കൂടിയും പറയാനുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേരും ഡീറ്റെയിൽസൊക്കെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാണ്. ഇറ്റ് ഹെൽപ്സ് അസ്. അതാണ് ഞാൻ പറയണേ. ജസ്റ്റ് നിങ്ങൾക്കൊരു നഷ്ടമില്ല, ബട്ട് ഞങ്ങൾക്ക് അതൊരു വലിയൊരു ഹെൽപ്പാണത്. സോ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. ചിലവർക്ക് ഇഷ്ടപ്പെട്ടാലും വേണമെന്ന് വെച്ചിട്ട് ലൈക്ക് ചെയ്യാണ്ടിരിക്കുന്നതല്ല എന്ന് എനിക്കറിയാം. മറക്കുന്നതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ ഓർമ്മിപ്പിക്കണേ. ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്. ഈ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ലവ് യു ഓൾ ആൻഡ് പ്ലീസ് ഡു ടേക്ക് കെയർ കേട്ടോ. ബൈ.